അല്ലെങ്കിലേ വാപോയ കോടാലികളാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ. വാപോയ കോടാലി കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷമായൊരു വിമർശനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ ഭീകരവാദി എന്നിവരെ വിളിക്കാനുള്ള ധൈര്യം മല്ലികാർജുൻ ഖാർഗെ കാട്ടിയെങ്കിൽ അത് ഖാർഗെയുടെ നല്ലതിനല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. നരേന്ദ്രമോദി ഒരു ഭീകരവാദിയാണെന്നും തുല്യതയിലും നീതിയിലും വിശ്വസിക്കാത്ത BJP എന്ന പാർട്ടിയുമായി AIADMK സഖ്യമുണ്ടാക്കുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ഖാർഗെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഖാർഗെക്ക് മാത്രമേ അറിയാവൂ. ഈ പരാമർശം സ്വാഭാവികമായും കടുത്ത വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. ഇതോടെ പ്രധാനമന്ത്രി ഒരു ഭീകരവാദിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് അദ്ദേഹം പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുകയാണ്, അതിനെയാണ് ടെററൈസിംഗ് എന്ന വാക്കുകൊണ്ട് താൻ അർത്ഥമാക്കിയതെന്നും ഖാർഗെ കുറ്റസമ്മതം നടത്തുന്നു. ഖാർഗെയുടെ പരാമർശത്തിനെതിരെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കടുത്ത അടിയാണ് നൽകിയത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ ഭീകരവാദി എന്ന് വിളിച്ചത് രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഖാർഗെ മോദിയോട് മാപ്പ് പറയണമെന്നും പീയൂഷ് ഗോയൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഇത്രത്തോളം അധപതിച്ചെങ്കിൽ അതിൽ ലജ്ജ മാത്രം. അതേസമയം സംവാദങ്ങൾക്ക് പകരം അധിക്ഷേപങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നതെന്നും അവരെ കൊണ്ട് മറ്റൊന്നിനും കൊള്ളില്ലെന്നും BJP IT സെൽ മേധാവി അമിത് മാളവിയയും ഉടനടി തന്നെ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിശേഷിപ്പിച്ച, ടെററൈസിംഗ് എന്ന് സൂചിപ്പിച്ച ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെ ഈ വാക്കുകൾ അത് തമിഴ്നാട്ടിൽ അത്രത്തോളം ജനങ്ങൾ പ്രതികരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഏപ്രിൽ 23-നാണ് തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഇത്തരം കടുത്ത രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു ധാർമ്മികതയുമില്ലാതെ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കടുപ്പിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിളിച്ച മല്ലികാർജുൻ ഖാർഗെ ഒന്ന് തിരിഞ്ഞു നോക്കണം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, മറ്റാരുണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ കണ്ടെന്ന് പ്രതികരിക്കാൻ? ഖാർഗെ ഒന്ന് ആലോചിക്കണം. എന്തായാലും വളരെ മോശമായി പോയി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിളിച്ച് വിമർശിച്ചത്. ഇതിൻ്റെ മറുപടി, യഥാർത്ഥ മറുപടി പ്രധാനമന്ത്രി തന്നെ ഖാർഗെക്ക് നേരിട്ട് നൽകിക്കൊള്ളുമെന്ന് കൂടി അറിയിച്ചുകൊള്ളുന്നു.